വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ചിക്കൻ പെരി പെരിയുടെ റെസിപ്പിയാണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ: ഒരു ചെറിയ സവാള, 3 പച്ചമുളക്, കുറച്ച് മല്ലിയില, 3 അല്ലി വെളുത്തുള്ളി, ചുട്ടെടുത്ത ചുമന്ന കളറുള്ള ക്യാപ്സിക്കം, പിന്നെ 1/2 കപ്പ് എണ്ണ, പിന്നെ കുറച്ച് സ്പൈസസ് ആണ്. 1 ടീസ്പൂൺ ഗാർലിക് പൗഡർ, 1/2 ടീസ്പൂൺ ഒറിഗാനോ, 1/2 ടീസ്പൂൺ ചതച്ച മുളക്, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ്. ഈ വാങ്ങാൻ കിട്ടുന്ന ടൊമാറ്റോ പേസ്റ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഹോട്ട് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, പിന്നെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആക്കിയിട്ട് മുറിച്ചെടുത്തേക്കാണ്. അപ്പോൾ എല്ലാതും ഈസിലി അവൈലബിൾ ആണ്. ഗാർലിക് പൗഡർ കിട്ടിയില്ലെങ്കിൽ ഗാർലിക് 1-2 അല്ലി എക്സ്ട്രാ ഉപയോഗിച്ചാൽ മതി ഈ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ബ്ലെൻഡർ എടുക്കുക, അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന സവാള ഒക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. ഒരു ഫോർക്ക് എടുത്ത് ക്യാപ്സിക്കം കുത്തി ഫ്ലെയിമിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ചുട്ടെടുത്തത്. എന്നാലാണ് ആ പച്ച ടേസ്റ്റൊക്കെ പോയി കിട്ടുള്ളൂ. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി ഒരുമിച്ച് അരച്ചെടുക്കാം. നിങ്ങൾക്ക് വേറെ വേറെയും അരച്ചെടുക്കാം. ഇങ്ങനെ ആവുമ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഉപ്പിൻ്റെ അളവും എരിവിൻ്റെ അളവും വ്യത്യാസമാക്കാവുന്നതാണ്. എല്ലാം കൂടി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനൊരു പാത്രത്തിൽ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, പിന്നെ ഈ അരച്ചു വെച്ച മസാല ഒഴിച്ച് ഒരു 1/4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാം. ബാക്കി വരുന്ന ഈ മിക്സ് ചെയ്ത പേസ്റ്റ് മാറ്റി വയ്ക്കാം. അതാണ് നമ്മൾ ചിക്കൻ ഉണ്ടാക്കിയതിന് ശേഷം മയോണൈസ് കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കാവുന്ന സോസ്. അപ്പോൾ ഇതെല്ലാം കുറച്ച് നേരം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഒരു 1-2 മണിക്കൂർ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് ആ മാരിനേഷനൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒരു സ്ക്യൂവർ എടുത്തിട്ട് 3-4 പീസ് അതിലേക്ക് കുത്തി വയ്ക്കാം. ഇതിൻ്റെ ഇടയിൽ വേണമെങ്കിൽ ക്യാപ്സിക്കോ അല്ലെങ്കിൽ സവാള വെച്ച് കൊടുക്കാം. ഞാൻ അതില്ലാണ്ടാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതുപോലെ എല്ലാ പീസും ഈ സ്ക്യൂവേഴ്സിൽ കുത്തി വയ്ക്കാം. ഇനി ഇത് എയർ ഫ്രൈയോ ഗ്രില്ലോ അല്ലെങ്കിൽ ഓയിലിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഈ സ്ക്യൂവർ കരിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 10-15 മിനിറ്റ് വെള്ളത്തിൽ മുക്കി വെച്ച് കഴിഞ്ഞാൽ ഈ കുക്ക് ചെയ്യുന്ന സമയത്ത് ഈ സ്ക്യൂവർ കരിയാതെ കിട്ടും. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. കളറൊക്കെ മാറി വരുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഒരു 10 മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ ബാക്കി വന്ന മസാലയിൽ കുറച്ച് മയോണൈസ് മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഡിപ്പ് ഉപയോഗിക്കുന്നത്. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുന്ന റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.